ഹായ് നമസ്കാരം. അതൊക്കെ ഒരു കാലം ചാനലിന് വേണ്ടി ബിജു ഫ്രം ഹാപ്പി പോസിറ്റീവ് ട്രാവലർ യൂട്യൂബ് ചാനൽ. എൻ്റെ യൂട്യൂബ് ചാനലിന് വേണ്ടി മലമ്പുഴ കവ എന്ന പാലക്കാട് ജില്ലയിലെ ഒരു സ്ഥലത്ത് പോയിരുന്നു. അവിടെ പരിചയപ്പെട്ട ഗോപാലൻ ചേട്ടൻ എന്ന് പറഞ്ഞ ഒരു 75 വയസ്സുള്ള പനം കയറുന്ന, നമ്മുടെ പാലക്കാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഇളന്നൻ, ബാക്കിയുള്ള സ്ഥലങ്ങളിൽ തമിഴ്നാട്ടിലും പനനൊങ്ക്, പനിയിൽ കയറി അത് താഴെയിട്ട് ഫ്രഷായി ചെത്തി ഞങ്ങൾക്ക് തന്നിരുന്നു. ഗോപാലൻ ചേട്ടനുണ്ട്. ചേച്ചിയുടെ പേരെന്താണ്? കുഞ്ഞു. അപ്പൊ ഇവരുടെ നമ്മളുടെ ഞാൻ മലമ്പുഴ ഡാമിലെ കവയില് ഡാം വ്യൂ സൈറ്റിൽ വന്നപ്പോൾ പുള്ളി ഇവിടെ ഇളന്നൻ മരത്തിൽ കയറുന്ന ആ വീഡിയോ ഞാനിടാം. ഇളന്നൻ ഞങ്ങൾ കഴിച്ചു, നല്ല സൈസ് ഫ്രഷ് ആയിട്ട്. അപ്പൊ എന്റെ ബാല്യകാലം എനിക്ക് ഓർമ്മ വന്നു. ഞാൻ ചെറുപ്പത്തിൽ വീട്ടിലുള്ള ആ ഒരു ഇതൊക്കെ ഓർമ്മ വന്നു. എത്ര കാലമായിരുന്നു നിങ്ങൾ കല്യാണം കഴിഞ്ഞു? കുറെ കാലങ്ങളായി. പുള്ളിക്ക് 75 വയസ്സായി, 23 വയസ്സിൽ കല്യാണം കഴിഞ്ഞതാണ്. അപ്പൊ 50 കഴിഞ്ഞു അല്ലേ? 50 കഴിച്ചു. കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുള്ള കാലങ്ങളിലാണ്. 3 മക്കള് അല്ലേ? 4 പേര്, 3 പെൺമക്കളും എല്ലാവരും കല്യാണം കഴിഞ്ഞു. അപ്പൊ ഇന്നത്തെ കാലത്തൊക്കെ ഒരുപാട് ഡൈവേഴ്സ് ഒക്കെ നടക്കുന്നതല്ലേ? അപ്പൊ പുതിയ പിള്ളേരുടെ ദാമ്പത്യത്തിൽ നിങ്ങളുടെ ഉപദേശം എന്താണ്? അത്രയും വിവരമാണ്. കുട്ടികളോട് ഒത്തിരി സാമർത്ഥ്യമൊക്കെ വേണം. ഇതിപ്പോ എന്റെ മേലെ എന്താ പറഞ്ഞ ഈ കുട്ടി എന്താ പറഞ്ഞ കാലഘട്ടം കാലഘട്ടം മാറി. അവര് അങ്ങനെ കേൾക്കുള്ളൂ. അല്ല തന്തയും തള്ളയും പറഞ്ഞ അനുസരിക്കില്ല. അനുസരിച്ച മക്കൾ നേരാവും, മക്കൾ നേരാവും. അത് വലിയൊരു ഉപദേശം. അനുസരണമാണ്. ഇന്നത്തെ കാലത്ത് അനുസരണ ഇല്ല എന്നാണ് കമൽ ചേട്ടൻ പറയുന്നത്. അപ്പൊ അതാണ് നമ്മള് വേണം. ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? എന്താണ് ഈ ദാമ്പത്യത്തിൽ എത്ര 50 വർഷം അച്ഛൻ പറയും പോലെ തന്നെ. അപ്പൊ താന്തയും നാളെയും ഒക്കെ പറഞ്ഞ് കേൾക്കണമെന്നില്ല. കാര്യം പറയുമ്പോ കേൾക്കട്ടെ മക്കൾ. ഒക്കെ കേട്ട് ജീവിക്കാൻ പറ്റും. ആവശ്യത്തിന് കേൾക്കും, വേണ്ടേ? അനാവശ്യത്തിന് കേൾക്കാൻ പറ്റില്ല. അപ്പൊ അതാണ് ശരി. എന്റെ മക്കൾ പോകും, ഞങ്ങൾ പോട്ടെ. എന്റെ പേര് എന്താണ്? ദിലീപ്. ഗോപാലൻ ചേട്ടൻ പാലക്കാട് വന്നിരുന്ന കാലത്ത് മലമ്പുഴ ഡാം സൈറ്റിൻ്റെ പുറകിലാണ് കവ എന്ന സ്ഥലം. അവിടെ റോഡൊന്നും കണക്ഷൻ ഇല്ലായിരുന്നു. അന്ന് ഡാം ക്രോസ് ചെയ്തിട്ട്, ബോട്ടിൽ ക്രോസ് ചെയ്തിട്ട് വേണം അവിടെ മണൽ വരാൻ വേണ്ടിയാണ് പുള്ളി ആദ്യം അവിടെ വന്നത്. അന്നത്തെ കാലത്തെ കഷ്ടപ്പാടിനൊക്കെ ശേഷം പന കയറുക എന്നുള്ളൊരു ജോലിയിലോട്ട് കടന്നു പുള്ളി. നിൽക്കാൻ പറ്റും. അവര് എപ്പോഴും 10 ആള്, ഒരു 2 ആള് 3 ആളില്ലാതെ ദിവസമില്ല. അങ്ങനെ ഒരു 10 റുപ്യ കിട്ടും, നമ്മുടെ ചെലവിന് കിട്ടും. ഇങ്ങനെ പൂക്കിടുകാർക്കും ചെയ്യും. അല്ല, വന്ന കാലത്ത് ഇവിടുത്തെ കഷ്ടപ്പാട് എന്തായിരുന്നു? കാലത്ത് ഇവിടെ യാതൊരു ഗതിയൊന്നുമില്ല. എന്തിനാ വന്നത്? ഇതിന് തന്നെയാ വന്നത്? അല്ല, അന്ന് മണൽ പണി അതുകൊണ്ട് പോവാൻ 5 കൊടുക്കാം. ഈ തോളിൽ എന്താ വെള്ളം ഇതുപോലെ കയറുമ്പോ തട്ടിയിട്ടല്ലേ? 5 മഴ കുടിക്ക്. 5 മതി. മതിയാ. ഇതുപോലെ വൈവിധ്യമാർന്ന കഥകൾക്ക് അതൊക്കെ ഒരു കാലം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടെ എൻ്റെ ഇംഗ്ലീഷ് ചാനലായ ഹാപ്പി പോസിറ്റീവ് ട്രാവൽ കൂടെ കാണുക. നന്ദി.